ഓക്കെ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ ആൻസർ, നമ്മളൊരു ആൻസർ ടു സെഷൻ ഇവിടെ നടത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന കണ്ടന്റ് അല്ലെങ്കിൽ പറയുന്ന കണ്ടന്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടന്റ് ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും മെയിൻ ഇഷ്യൂ. നിങ്ങളൊക്കെ സ്ട്രക്ചറിങ് പാർട്ടൊക്കെ നിങ്ങൾ ഏകദേശം ഓക്കെ ആയി. നിങ്ങൾ എല്ലാവരുടെയും ആൻസർ സ്ട്രക്ചറിങ് ഒക്കെ ഡെയിലി വന്ന് എഴുതുന്ന ആളുകൾ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഡെയിലി വന്ന് എഴുതുന്ന ആളുകൾക്ക് കണ്ടന്റ്, നിങ്ങളുടെ സ്ട്രക്ചറിങ് പാർട്ട് ഏകദേശം ഓക്കെ. എല്ലാവരുടെയും വളരെ നല്ല ഞാൻ എല്ലാവരുടെ ആൻസർ കാണാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സ്ട്രക്ചറിങ് പാർട്ട് ഈ 2-3 മാസം കൊണ്ട് നമ്മൾ ഓക്കെ ആയി ഏകദേശം. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇതിന് നിങ്ങൾക്ക് ഇനിയും കണ്ടന്റ് വേണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. നമുക്ക് ഒരു സെഷനോ അറ്റ്ലീസ്റ്റ് വീക്കിലി നമുക്കൊരു സെഷൻ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന സെഷൻ ഉണ്ടാവും. ആ ടോപ്പിക്കിന്റെ ബേസ്ഡ് ആയിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ ടോപ്പിക് തരുന്നത്. നിങ്ങൾക്ക് ഒരു ആൻസർ റൈറ്റിംഗ് സെഷനും ഒരു കണ്ടന്റ് ഡെവലപ്മെന്റ് സെഷനോ, അല്ലെങ്കിൽ 2 ആൻസർ റൈറ്റിംഗ് സെഷനോ ഒരു കണ്ടന്റ് റൈറ്റിംഗ് സെഷനോ വീക്കിലി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഈ കണ്ടന്റ് ഞാൻ തരുന്നത് നിങ്ങൾ റിവൈസ് ചെയ്യുക, പഠിക്കുക. തൽക്കാലത്തേക്ക് ആദ്യത്തെ ഈ ഒരു മന്തിലേക്ക് നമ്മൾ ഇനീഷ്യൽ ഫേസ് ആയതുകൊണ്ട് നമുക്ക് ഹാർഡ് കോപ്പിയിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യും, നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പിയിൽ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കുറെ ബിഗിനിങ് ഫേസ് ആയതുകൊണ്ട് യു മൈറ്റ് ഹാവ് ടു റൈറ്റ് ഡൗൺ ദി കണ്ടന്റ് വിച്ച് ഐ ആം ഡിക്റ്റേറ്റിംഗ്. ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, അപ്പൊ മെയിൻലി എവിടെ നോക്കി പഠിക്കണം, ഏതൊക്കെ റിസോഴ്സ് ചെക്ക് ചെയ്യണമെന്നൊന്നും ആലോചിച്ച് മെനക്കെടണ്ട. ഓക്കെ, കണ്ടന്റ് ഇത് തരുന്നത് മര്യാദയ്ക്ക് ഒന്ന് ഇതെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നിട്ട് ആ പോയിന്റ്സ് ഒക്കെ പല രീതിയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ഒരേപോലെ പോയിന്റ്സ് എഴുതാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഈ പഠിക്കുന്ന അറിവ് വെച്ചിട്ട് നിങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതണം. എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ മതി, കറക്റ്റ് ആയിട്ടാണോ എഴുതുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ടോപ്പിക് എഴുതിക്കോളൂ, നാഷണൽ വാട്ടർ ഗ്രിഡ് അല്ലെങ്കിൽ റിവർ ഇന്റർലിങ്കിങ് പ്രോജക്ട്. റിവർ ഇന്റർലിങ്കിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ആണ് കേട്ടോ, റിവർ ഇന്റർലിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിക്കോളൂ. It is also known as National Perspective Plan. National Perspective Plan. Okay, point number 1. It is point number 10 envisages. It envisages transfer of water from surplus basin to scarcity regions.
അതായത് വാട്ടർ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊജക്ടിനെയാണ് നമ്മൾ നാഷണൽ വാട്ടർ ഗ്രിഡ് അല്ലെങ്കിൽ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പോയിന്റ് മെയിൻസിനെ നോട്ട് മേക്ക് ചെയ്യുമ്പോൾ മാക്സിമം പോയിന്റ് ആയിട്ട് മേക്ക് ചെയ്യുക. പക്ഷെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ നോക്കുക കേട്ടോ. അതുകൊണ്ട് എന്നാലും എനിക്ക് പെട്ടെന്ന് ടോപ്പിക്സ് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ ഓർമ്മ കൊടുത്തോ. എക്സാമ്പിൾ കെൻ ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട്. എന്തോ അല്ല, കാണുന്ന ടേം എഴുതി വെച്ചാൽ സ്കാർസിറ്റി റീജിയനിലേക്ക്, സർപ്ലസ് ബേസിൽ നിന്ന് സ്കാർസിറ്റി റീജിയനിലേക്ക് വാട്ടർ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പം കെൻ ബെത്വ ഇന്റർലിങ്കിങ് പ്രൊജക്ട്, കെൻ ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട്. കെൻ ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട്. വി ആർ വർക്കിംഗ് ഓൺ ഗിവിംഗ് എ സോഫ്റ്റ് കോപ്പി. നമ്മൾ അതിനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ സാധാരണ എല്ലാ ചെയ്തുകൊണ്ടിരുന്നത് കണ്ടന്റ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. എല്ലായിടത്തും അങ്ങനെയാണ്, തന്നെയാണ് മെയിൻസിന്റെ കണ്ടന്റ് അവർ. ബട്ട് നിങ്ങൾ ഹെക്റ്റിക് ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അപ്പൊ കുറച്ച് ഡിലേ ഉണ്ട്. അതുവരെ ഹാർഡ് കോപ്പിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം കാര്യങ്ങൾ. കെൻ ബെത്വ റിവർ ഇന്റർലിങ്കിങ് പ്രൊജക്ട്. ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ. ഇതിന് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഫ്ലഡ് കൺട്രോൾ, അതായത് മോസ്റ്റ് ഓഫ് ദി റെയിൻഫോൾ ഇന്ത്യയിൽ എവിടെ നടക്കുന്നത്? മോസ്റ്റ് ഓഫ് ദി റെയിൻഫോൾ ഇൻ ഫ്ലഡ് കൺട്രോൾ ആൻഡ് ഡ്രൗട്ട് കൺട്രോൾ ആയിരിക്കും. ഡ്രൗട്ട് കൺട്രോൾ. ഏറ്റവും കൂടുതൽ റെയിൻഫോൾ എവിടെ ഇന്ത്യ നടക്കുന്നത്? നോർത്തേണും മോസ്റ്റ് ഓഫ് റെയിൻഫോൾ ഇൻ എവിടെ? നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യ. ബാക്കി ഏരിയയിലൊക്കെ റെയിൻഫോൾ കുറവാണ്. അപ്പൊ കൂടിയ ഏരിയ അടുത്തൊന്നും കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്മിറ്റ് ചെയ്യണം. മോസ്റ്റ് ഓഫ് സച്ച് റെയിൻഫോൾ ഒക്കർ ഇൻ നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഇന്ത്യ, വേറെ സതേൺ ഇന്ത്യ, southern India remains water deficit. This river interlinking will provide two-way advantage. എന്തൊക്കെയാ അത്? ഒന്ന് ഫ്ലഡ് കൺട്രോൾ ചെയ്യാനും മറ്റൊന്ന് ഡ്രൗട്ടിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. റെയിൻഫോൾ കൂടിയിടത്തുനിന്നും കുറഞ്ഞിടത്തേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് നിങ്ങൾ പറയേണ്ടത് സോൾവിങ് വാട്ടർ ക്രൈസിസ്. എക്സാമ്പിൾ ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്. ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയൊക്കെ വാട്ടർ കുറവാണ് കേട്ടോ. അപ്പം ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ റിവർ ഇന്റർലിങ്കിങ് വഴി ഇൻഡസ്ട്രിയൽ യൂസിനൊക്കെ വാട്ടർ എത്തിക്കാൻ പറ്റും ഇൻഡസ്ട്രീസിലേക്ക്. മൂന്നാമത് ഇൻലാൻഡ് നാവിഗേഷൻ. എന്താ ഇൻലാൻഡ് നാവിഗേഷൻ എന്ന് വെച്ചാൽ റിവർ വാട്ടർ ട്രാവൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇന്റർലിങ്ക് ചെയ്യുമ്പോൾ നാവിഗേഷൻ പർപ്പസ് കുറച്ച് എളുപ്പമാവും. ഇറ്റ് വിൽ ക്രിയേറ്റ് എ നെറ്റ്വർക്ക് ഓഫ് നാവിഗേഷൻ. And transport will be cheaper compared to road and railways. Next, maintain a minimum amount of dry weather flow in rivers. എന്നുവെച്ചാൽ റിവർ ഡ്രൈ സമയത്ത് ഒഴുക്ക് കാണില്ല. ഇന്റർലിങ്കിങ് ചെയ്യുമ്പോൾ ഡ്രൗട്ട് ഏരിയയിലേക്ക് വെള്ളം എത്തിക്കാം. അപ്പം റിവറിലൂടെ വാട്ടറിന്റെ ഫ്ലോ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടത്. പിന്നെ പവർ ജനറേഷൻ.
power generation, potential interlinked river waters. River interlinking will have a potential. River interlinking have a potential to generate 3,400 megawatt of electricity. Potential 3,400 megawatt dam construct 3,400 megawatt electricity generation possible. That's help reduce dependence on coal based power plants dependence. Reduce dependence on coal based power plants. Okay. Another point are the irrigation benefits. Additional irrigation facilities of 35 million hectare. Additional irrigation facility of 35 million hectare will be possible. Additional irrigation facilities of 35 million hectares will be possible. Okay, 3 points. Pinne ee river interlinking cheyumbom transportation eluppaville. Commercial benefits oda parayam. Trade okke possible avum. Ee rural areas ulla products okke urban areas like ettikkan pattum korchu cheaper aayittu. Commercial benefits oda vena ezhudikko. Commercial benefits ninge manasilavunna pole point expand cheytha madi. Commercial benefits. Okay. ഇതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അടുത്ത് എഴുതേണ്ടത്. ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ഫീസിബിലിറ്റി, ഹൈ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്, ഹൈ കോസ്റ്റ് ഓഫ് ദി interlinking projects. Estimated around bracket estimated around 5.6 lakh crore. ഇത്രയും കോസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ക്യാൻ നെഗറ്റീവ്ലി ഇമ്പാക്ട് എൻവിറോൺമെന്റ്. എൻവയോൺമെന്റ് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാം. റിവറിന്റെ നാച്ചുറൽ ഫ്ലോയിനെ അഫക്ട് ചെയ്യും. വൈൽഡ് ലൈഫ്, ഫ്ലോറ, ഫോണ ഓഫ് ദി റിവർ എക്കോസിസ്റ്റം will suffer. Okay, will suffer. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തൊരു മൂന്നാമത്തെ പോയിന്റിന് can sometime leads to flood. ഫോർ എക്സാമ്പിൾ ഡാം കൺസ്ട്രക്ട് ചെയ്യേണ്ടി വരും ഇന്റർലിങ്ക് ചെയ്യുമ്പോൾ. അപ്പൊ ഡാം ഓവർഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലഡ് വരാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ ഹിരാക്കുത്ത് ഡാം, ദാമോദർ ഡാം, ഇതൊക്കെ ഫ്ലഡഡ് ആയിട്ടുണ്ട്. എക്സെട്ര ഹാവ് ബീൻ ഫ്ലഡഡ്. ഓക്കെ. ദെൻ പൊളിറ്റിക്കൽ ചലഞ്ചസ് ഉണ്ട്. വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ, ഏത് സബ്ജക്റ്റാ? സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. വാട്ടർ ഇസ് എ സ്റ്റേറ്റ് സബ്ജക്ട്. റിവർ ഇന്റർലിങ്കിങ് എന്ന് പറയുമ്പോൾ 2-3 സ്റ്റേറ്റ് തമ്മിലുള്ള റിവേഴ്സ് ഇന്റർലിങ്ക് ചെയ്തിട്ട് വരും. സ്റ്റേറ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റേറ്റ് വേണം. അപ്പം ഇറ്റ് നീഡ്സ് ബെറ്റർ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇറ്റ് നീഡ്സ് ബെറ്റർ ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ. പൊളിറ്റിക്കൽ ചലഞ്ചസ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. 5, ക്യാൻ കോസ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ. ഈ റിവറിനടുത്ത് താമസിക്കുന്ന ആളുകളൊക്കെ മാറ്റി പാർപ്പിക്കേണ്ടി വരും ഇങ്ങനെ പ്രോജക്ട്സ് വരുമ്പോൾ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് ഇറ്റ് വിൽ കോസ് ആഗണി. ആളുകളുടെ ടെൻഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആഗണി എമംഗ് AGONY, agony among people.
ആളുകളുടെ ഇടയിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അവർ ഡിസ്പ്ലേസ് ചെയ്ത് കളയേണ്ടി വരും. മനസ്സിലാവുന്നില്ലേ? പിന്നെ പറയേണ്ടത് ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാക്കാം. ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് നെയ്ബറിംഗ് കൺട്രീസ്, നേപ്പാൾ, ഭൂട്ടാൻ ഒക്കെ ആയിട്ട് ഡിസ്പ്യൂട്ട്. എക്സാമ്പിൾ, ബംഗ്ലാദേശ് strongly objects to transferring of Brahmaputra water to Ganga. Brahmaputra water to ബ്രഹ്മപുത്രയുടെ ഭാഗം ബംഗ്ലാദേശിൽ കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് അവർ ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. ഗംഗയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇന്റർലിങ്കിങ് പ്രോജക്റ്റിനോട് അവര് ഒബ്ജക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഡിസ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെ അഡ്രസ് ചെയ്യാം? വേ ഫോർവേഡ് ആയിട്ട് എന്തൊക്കെ പറയാം? ഈ ചലഞ്ചസ് തന്നെ തിരിച്ചെഴുതിയാൽ മതി. തന്നെ എഴുതാൻ പറ്റുമോ? ഞാൻ തരണ പോയിന്റ് തന്നെ പറഞ്ഞ കുറച്ച് പോയിന്റ് എങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ളത് പെട്ടെന്ന്. ചലഞ്ചസ് മനസ്സിലാക്കിയ അത് സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ പറഞ്ഞൂടെ? എന്തൊക്കെയാ അവരുടെ സൊല്യൂഷൻ പറഞ്ഞേ? ഇതിൽ പറയണ്ടോ? ഇതൊരു സൊല്യൂഷൻ പറ. ഇന്റർസ്റ്റേറ്റ് കോർപ്പറേഷൻ പറയാം. ബെറ്റർ ഇന്റർസ്റ്റേറ്റ് കോർപ്പറേഷൻ, ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ പോലുള്ള ബോഡീസ് ഒക്കെ ഇതിനുവേണ്ടി യൂസ് ചെയ്യാം. ഒരു പോയിന്റ് കഴിക്കും, ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്. ഇന്റഗ്രേറ്റഡ് വേ ഫോർവേഡ് ആണ്. ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ്. അതായത് ഇറ്റ് റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് വാട്ടർ, equitable distribution of resources, of water resources, distribution of water resources. Okay, പിന്നെ better water management എഴുതിയോ? better water management മെയിൻലി എങ്ങനെയായിരിക്കും? watershed, construction of watershed, better irrigation, switching to drought tolerant varieties of plants. എന്നുവെച്ചാൽ എന്താ? ഡ്രൗട്ടിനെ ടോളറന്റ് ഡെസിക്കേഷൻ വെറൈറ്റി ഒക്കെ പഠിച്ചു നോക്കുന്നുണ്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഡ്രൗട്ട് ടോളറന്റ് വെറൈറ്റീസ് യൂസ് ചെയ്യാം. അപ്പം വെള്ളം കുറച്ച് മതി. ഷുഗർ കെയിൻ, റൈസും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇറിഗേഷൻ ചെയ്യേണ്ടി വരും. അതിന് പകരം മില്ലറ്റ്സ് പോലുള്ള ക്യാഷ് ക്രോപ്സ് ഒക്കെ കുറച്ചുകൂടെ കൾട്ടിവേഷൻ കൂട്ടി കഴിഞ്ഞാൽ വെള്ളത്തിന്റെ യൂസ് കുറയും. അത് തന്നെയാ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അടുത്തൊരു ടോപ്പിക് കഴിക്കും, ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ ജോഗ്രഫി നിങ്ങൾ ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടോ? അതായിരിക്കും വാട്ടർ ഫൗണ്ട് ഗ്രൗണ്ടർ പറഞ്ഞാൽ ഭൂമിക്കടിയിലുള്ള വെള്ളമാണ് കേട്ടോ. ഭൂമിക്കടിയിലുള്ള നമ്മുടെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഗ്രൗണ്ട് വാട്ടർ. വാട്ടർ ഫൗണ്ട് ഇൻ ക്രാക്സ്, സ്പേസസ് ഇൻ സോയിൽ, സാൻഡ്, അക്വിഫേഴ്സ്. ഇതിനെയൊക്കെയാണ് എന്ത് വിളിക്കുന്നത്? ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇതിന്റെ കുറച്ച് ഡേറ്റ എഴുതിക്കോ. ആൻസർ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പല രീതിയിൽ. യുനെസ്കോ, അക്കോർഡിംഗ് ടു യുനെസ്കോ റിപ്പോർട്ട്, യുനെസ്കോ വേൾഡ് വാട്ടർ ഡെവലപ്മെന്റ് റിപ്പോർട്ട്, അത് പറയുന്നത് ഇന്ത്യയാണ് ഏറ്റവും ലാർജസ്റ്റ് എക്സ്ട്രാക്ടർ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇന്ത്യയാണ് ലാർജസ്റ്റ് എക്സ്ട്രാക്ടർ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇന്ത്യ.
ഓക്കെ. പിന്നെ ഒരു ഡേറ്റ എഴുതിക്കോ. 70% ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. 70% ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറിഗേഷൻ വെൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ അത്ര യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ ഒരു ഡേറ്റ എഴുതിക്കോ. ബൈ 2030 country's water demand will be twice that of supply. സപ്ലൈയെക്കാട്ടിലും ട്വൈസ് ആയിരിക്കും രാജ്യത്തിന്റെ വാട്ടർ ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഡേറ്റ മെയിൻലി. അപ്പം റീസൺസ് ഫോർ ഗ്രൗണ്ട് വാട്ടർ ഒരുപാട് ഡിപ്ലീറ്റഡ് ആവുന്നുണ്ട് ഇന്ത്യയില്, ഒരുപാട് ഡിപ്ലീറ്റഡ് ആവുന്നുണ്ട്. ഗ്രൗണ്ട് ഒരു ഡേറ്റ 63% ഓഫ് ഇറിഗേഷൻ വാട്ടർ യൂസ് ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത് കേട്ടോ. 63% ഓഫ് ഇറിഗേഷൻ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് നടക്കുന്നത്. %80 ഓഫ് റൂറൽ ആൻഡ് അർബൻ ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിന്റെ റീസൺസ് എഴുതിക്കോ. റീസൺസ് ഫോർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ. റീസൺസ് ഫോർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ. അതായത് റീസൺ ഗ്രീൻ റവല്യൂഷൻ. ഗ്രീൻ റവല്യൂഷൻ വെച്ചാൽ എന്താ? ഹൈ yielding വെറൈറ്റീസ് ഓഫ് ക്രോപ്സ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ക്രോപ്പ് പ്രൊഡക്ഷൻ. അപ്പൊ ആ സമയത്ത് ഒരുപാട് ഗ്രൗണ്ട് വാട്ടറും ഇറിഗേഷൻ ഒക്കെ യൂസ് ചെയ്ത് വെള്ളം. അപ്പം ഡ്യൂറിങ് 1960s, ഗ്രീൻ റവല്യൂഷൻ ഡ്യൂറിങ് 1960s, യൂസ് ഓഫ് കീവേഡ്സ് അഴിയാൽ മതി. യൂസ് ഓഫ് ഹൈ yielding വെറൈറ്റീസ്, HYV, high yielding varieties of seeds fertilizer led to overuse of groundwater. Led to high yielding varieties of seed. Led to overuse of groundwater. Overuse of groundwater. Secondly, limited storage facilities. Limited storage facilities. Mainly in central Indian states. Due to hard rock terrain. Hard rock terrain. സോയിൽസിലൊക്കെ വെള്ളത്തിന്റെ എമൗണ്ട് കുറവായിരിക്കും. ഹാർഡ് റോക്ക് ടെറൈൻസ് ആണ് സെൻട്രൽ ഇന്ത്യയിലൊക്കെ മെയിൻലി. അത് കാരണം എന്തായിരിക്കും? സ്റ്റോറേജ് പ്രോസസ് ലിമിറ്റഡ് ആയിരിക്കും. ഹാർഡ് റോക്ക് ടെറൈൻ, TERRAN. ഓക്കെ. മൂന്നാമത്തെ മെയിൻ റീസൺ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും? ഡിമാൻഡ് ഫോർ ഫുഡ്, ഗ്രൗണ്ട് വാട്ടർ ഒക്കെ ഉണ്ടാവും. ഇൻക്രീസിങ് ഡിമാൻഡ് ഫോർ ഫുഡ്. അതുകൊണ്ട് ഏരിയ അണ്ടർ ഇറിഗേഷൻ എന്തായിരിക്കും? ഏരിയ അണ്ടർ ഇറിഗേഷൻ will also increase. Increase in demand for food and area under irrigation will increase. Then fourth, water contamination, water pollution. Water pollution. Example, due to overuse of fertilizer. Overuse of fertilizer. ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കണം കേട്ടോ. എഴുതിക്കൂടെ? ഓക്കെ. Overuse of fertilizers. അഞ്ചാമത്, ഓവർ ഡിപ്പെൻഡൻസി ഓൺ മൺസൂൺ. മൺസൂൺ ഒരുപാട് ഡിപ്പെൻഡ് ആണ്. മൺസൂൺ വീക്ക് ആണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസും ഡിപ്ലീറ്റഡ് ആവും. ഓവർ ഡിപ്പെൻഡൻസി ഓൺ മൺസൂൺ. അപ്പൊ ഈ ഡ്രൗട്ട് ടൈം ഒക്കെ വരുമ്പോ ആക്ച്വലി ഡ്യൂറിങ് ഡ്രൗട്ട് പീരീഡ്സ് എഴുതിക്കോ. ഡ്യൂറിങ് ഡ്രൗട്ട് പീരീഡ്സ്
എങ്ങനെയായിരിക്കും വാട്ടർ എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? വെൽസ് നിന്നായിരിക്കും, ഗ്രൗണ്ട് വാട്ടർ നിന്നായിരിക്കും. ഡ്യൂറിംഗ് drought periods, water is extracted from the ground. Water is extracted from the ground to meet various need. To meet the various need. Another reason, climate change. Climate change can lead to reduced അല്ലെങ്കിൽ uneven rainfall. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? റെയിൻഫോൾ കുറയും, ഡ്രൗട്ട് ഉണ്ടാവും, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീറ്റഡ് ആവും, ആ രീതിയിൽ. പിന്നെ പോളിസി ലെവൽ ഇഷ്യൂസ്. ഏഴാമത്തെ പോയിന്റ്, പോളിസി ലെവൽ ഇഷ്യൂ. എന്തായിരിക്കും പോളിസി ലെവൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കൂടുതൽ ഫേവർ ചെയ്യുന്ന റൈസും വീറ്റും പോലുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. അതൊക്കെ ആക്ച്വലി എന്താ, വാട്ടർ ഇന്റൻസീവ് ആണ്. ഷുഗർ കെയിന് എന്താ പറയുക, അവർ MSP കൊടുക്കുന്നത് അതിന് വേണ്ടിയായിരിക്കും, ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റ് ക്രോപ്സിനെ അത്രയും ഫേവർ ചെയ്യുന്നില്ല. വാട്ടർ കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്രോപ്സ് ആയിരിക്കും ഗവൺമെന്റ് തന്നെ. ഫോർ എക്സാമ്പിൾ, സബ്സിഡീസ് ഓൺ ഇലക്ട്രിസിറ്റി എഴുതിക്കോ. സബ്സിഡീസ് ഓൺ ഇലക്ട്രിസിറ്റി ആൻഡ് ഹൈ MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. Subsidy on electricity and high MSP, minimum support price, for water intensive crops like wheat, rice, sugarcane, etc. Okay, പറഞ്ഞോടെ, ഇത്രയും പോയിന്റ്സ് ഒക്കെയാണ്. പിന്നെ പറയാം, improper agricultural technique, കെമിക്കൽ പൊല്യൂഷൻ, ഇതൊക്കെ പറയാം. ഓക്കെ, പോയിന്റ് ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഇനിയും ഒരു ഗ്രൗണ്ട് വാട്ടർ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ സോഴ്സസ്, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ സോഴ്സസ് എന്ന് എഴുതിക്കോ. പൊല്യൂഷൻ സോഴ്സസ്. അതിനകത്തില് ആദ്യത്തെ ടൈപ്പ് പോയിന്റ് സോഴ്സസ്. അതിനകത്തില് അതായത് എങ്ങനെയാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നുള്ള കേട്ടോ. ഒരു പോയിന്റിൽ നിന്ന് വരുന്ന സോഴ്സിനെ നമ്മൾ പോയിന്റ് സോഴ്സ് എന്ന് വിളിക്കും. മെയിൻലി ലൈഫ് സ്റ്റോക്ക് വേസ്റ്റ്, മുനിസിപ്പൽ വേസ്റ്റ്, ലീക്കി പൈപ്പ് ലൈൻസ് containing petroleum products, industrial leakages, fly ash from coal power plants, leaky sewage. ഇതൊക്കെ പോയിന്റ് സോഴ്സ് ആയിട്ട് പറയാം. ലീക്കി സീവേജ് പറഞ്ഞൂടെ? ഓക്കെ. ഇനിയും നോൺ പോയിന്റ് സോഴ്സ് ആയിട്ട് അതായത് എവിടെ നിന്ന് വരുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. നോൺ പോയിന്റ് സോഴ്സ് ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വരുന്നതിനകത്ത് കൂടുതലും ഫെർട്ടിലൈസേഴ്സ് ഓൺ അഗ്രികൾച്ചറൽ ലാൻഡ്, പെസ്റ്റിസൈഡ്സ്, contaminants in rain, snow, etc. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്ന മെയിൻ സോഴ്സസ് ഒക്കെയാണ്. ഇനി ഇതിന്റെ ഇമ്പാക്ട് ഒന്ന് എഴുതിക്കോ. ഇമ്പാക്ട് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്രീഷൻ. ഗ്രൗണ്ട് വാട്ടർ ഡിപ്രീഷൻ ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് എന്തായിരിക്കും? വാട്ടർ ക്വാളിറ്റി കൺസേൺസ്. ഡ്രിങ്കിങ് വാട്ടറിന് എന്തുണ്ടാവും? ഡ്രിങ്കിങ് വാട്ടറിന് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഗ്രൗണ്ട് വാട്ടർ കുറയുമ്പോൾ നമ്മൾ കൂടുതലും ഗ്രൗണ്ട് വാട്ടർ കോസ്റ്റൽ ഏരിയാസ് എന്നൊക്കെ എടുക്കാൻ തോന്നും. അപ്പം എന്ത് ചെയ്യും? സീ എന്നുള്ള വെള്ളം അങ്ങോട്ടേക്ക് കയറും, വാട്ടർ കണ്ടാമിനേറ്റഡ് ആവും. നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് എക്സ്പാൻഡ് ചെയ്യാം. നെക്സ്റ്റ് ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ. നെക്സ്റ്റ് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ലോവറിംഗ് ഓഫ് വാട്ടർ ടേബിൾ.
പിന്നെ തേർഡ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ഓഫ് വാട്ടർ ഇൻ ലേക്സ്, സ്ട്രീംസ് എക്സെട്ര. റിഡക്ഷൻ ഓഫ് വാട്ടർ ഇൻ ലേക്സ്, സ്ട്രീംസ് എക്സെട്ര. Can negatively impact agriculture. Negatively impact agriculture. Thereby food security of nation. Thereby food security. Okay. അപ്പൊ ഇതെങ്ങനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നേ? വേ ഫോർവേഡ് എന്ന് എന്തൊക്കെ പറയാം? എന്തോ? വെരി ഗുഡ്. പറഞ്ഞോ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. റെഗുലർ അസസ്മെന്റ് ഓഫ്, അടുത്തത് റെഗുലർ അസസ്മെന്റ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ലെവൽസ്. Minimizing and controlling dumping of industrial waste. Improved irrigation methods. And artificial recharge of groundwater. Artificial recharge of groundwater. Drought tolerant varieties. Use of drought tolerant varieties. വേറെ എന്തെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? പറഞ്ഞോ, കറക്റ്റ് ആയിരിക്കും. കേട്ടില്ല. ബയോളജിക്കൽ ഓക്സിജൻ ആണോ ഡിമാൻഡ്? BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. റിഫോംസ് ഇൻ പവർ സപ്ലൈ സബ്സിഡീസ് ഫോർ അഗ്രികൾച്ചർ. Reforms in power supply subsidies for agriculture. അത്ര മതി, ഒരുപാട് പോയിന്റ്സ് എന്തിനാ ഇതന്നെ എഴുതി. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻ പല രീതിയിലായിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. ഇത് അതേപടി പോയി എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യണം, ഓൾട്ടർ ചെയ്തിട്ട് കണ്ടന്റ് ഇതാണ്, ഇത് മൾട്ടിപ്പിൾ ടൈം റിവൈസ് സ്ട്രോങ് ആക്കി വെക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഒരു ടോപ്പിക് എടുത്തു, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. UPSC ഓൾറെഡി മെയിൻസിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്താ? ബേസിക്കലി റിവേഴ്സ്, ലേക്സ്, കനാൽ എഴുതിക്കുക. റിവേഴ്സ്, ലേക്സ്, കനാൽസ്, backwaters constitute for inland waterways. Constitute for inland waterways. ഒരു ഹെഡിങ് എടുത്തോ, ഡേറ്റ എന്ന് എടുത്തോ. ഡേറ്റ പറയേണ്ടത്, ഇന്ത്യ ഹാവ് 14,500 kilometers of water. That is navigable. Navigate ചെയ്യാൻ പറ്റുന്നത് 14,500 kilometers of water. That is navigable. Currently അത് only about
India has about 1% of country's transportation അത് വരുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ 14,500 കിലോമീറ്റർ ആണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത്. അത് കറന്റ് 1% ഓഫ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ. 1% ഓഫ് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ. ബാക്കി എല്ലാം എങ്ങനെ ആയിരിക്കും അപ്പൊ ട്രാൻസ്പോർട്ട്? റെയിൽവേസും റോഡ് വേസും വഴിയായിരിക്കും ബാക്കി ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഓക്കെ. സെക്കൻഡ് ഡേറ്റ only 0.4% ഓഫ് ട്രേഡ് ആണ് ഇതുവഴി നടക്കുന്നത്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുന്നത്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. only 0.4% of trade happens through inland water transport. India have a logistic cost of 18% of GDP. ഈ ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു സാധനം ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കുന്നതിന്റെ ചെലവാണ്. അതിപ്പോ ഏത് മെത്തേഡ് ആയിക്കോട്ടെ. ഇന്ത്യ നിലവിലുള്ള മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ കൂടുതൽ റെയിൽവേസും റോഡ് വഴിയായിരിക്കും. നിലവിലുള്ള മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ GDP-യുടെ 18% ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ തന്നെ ചെലവാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇൻലാൻഡ് നാവിഗേഷൻ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലോജിസ്റ്റിക് കോസ്റ്റ് എന്ത് ചെയ്യാം? താഴേക്ക് കൊണ്ടുവരാം. അങ്ങനെ GDP-യുടെ കുറെ ശതമാനം എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. മനസ്സിലാക്കി? ഓക്കെ, ഇതാണ് മെയിൻലി ഡേറ്റ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കണം ഇതിനു വേണ്ടി. ഈ ഫിഗർ നിങ്ങൾ വരയ്ക്കണം. നിങ്ങൾ എങ്ങനെ വരയ്ക്കുന്ന വെച്ചാൽ മാപ്പ് വരയ്ക്കണം. ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കണം. ഇതേപോലെ വരയ്ക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുക. മെയിൻ ആയിട്ടുള്ള റിവർ ഒന്ന് കാണിക്കുക. ഞാൻ ഔട്ട്ലൈൻ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള റിവേഴ്സ് കാണിച്ചാൽ മതി. നാഷണൽ വാട്ടർവേ 1 കാണിക്കണം. ഗംഗയിലാണ് വരുന്നതെന്ന് കാണിക്കണം കേട്ടോ. നാഷണൽ വാട്ടർവേ 1 ഗംഗയിൽ മാർക്ക് ചെയ്യുക. റൂട്ടൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. റൂട്ടൊന്നും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നാഷണൽ വാട്ടർവേ 2 ബ്രഹ്മപുത്രയിലാന്ന് കാണിക്കുക. ജസ്റ്റ് റിവർ മാർക്ക് ചെയ്യുക. നാഷണൽ വാട്ടർവേ 2, നാഷണൽ വാട്ടർവേ 1. കൃഷ്ണയിൽ കാണിക്കുക നാഷണൽ വാട്ടർവേ 4. ഇമേജായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സോഫ്റ്റ് കോപ്പി അയക്കാം കേട്ടോ. ഇമേജ് തൽക്കാലം ഇമേജ് ഉണ്ട്, ഞാനത് അയച്ചേക്കാം കേട്ടോ. കൃഷ്ണ റിവർ നാഷണൽ 4. I'll send you a separate image. Okay, എന്തായാലും ഇമേജ് വരണം. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ് കഴിക്കും. ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തായിരിക്കും മെയിൻ ആയിട്ട് പറയേണ്ടത്? ഒന്നാമത്തെ കാര്യം കോസ്റ്റ് കുറവായിരിക്കും. കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് ഓഫ് ആൻ ഇൻലാൻഡ് വാട്ടർവേ എന്ന് പറയുമ്പോൾ 0.25 റുപ്പീസ് പെർ കിലോമീറ്റർ ആണ്. റെയിൽ എന്ന് പറയുമ്പോൾ 1.5 റുപ്പീസ്
per kilometer on an average. ഇനി റോഡ് വരികയാണെങ്കിൽ 2.5 rupees per kilometer. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഓൺ ആൻ ആവറേജ്. അപ്പൊ ഏറ്റവും കുറവ് കോസ്റ്റ് ഏതിനായിരിക്കും? ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും കേട്ടോ. റോഡിനും റെയിൽവേസിനും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പിന്നെ ഒരു ലെസർ CO2 എമിഷൻസ്, പൊല്യൂഷൻ കുറവായിരിക്കും ദാൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ റോഡ് വെഹിക്കിൾസ് കഴിയാം. ലെസർ CO2 എമിഷൻസ് കുറവായിരിക്കും. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി, according to World Bank, inland water transport is most fuel efficient method of transportation. അടുത്തായിരിക്കും എക്സ്പോർട്ട് പ്രൊമോഷൻ. അങ്ങനെ എക്സ്പോർട്ട് പ്രൊമോഷൻ വരുന്ന രണ്ട് രീതി നടക്കും. ഒന്ന്, ഇൻലാൻഡിൽ നിന്ന് പോർട്ടിലേക്ക് എളുപ്പം കണക്ടിവിറ്റി കൊടുക്കും. ബെറ്റർ കണക്ടിവിറ്റി ഫ്രം ഇൻലാൻഡ് ടു പോർട്ട്. മാത്രമല്ല ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും. അപ്പം ജനറലി ഗുഡ്സിന്റെ കോസ്റ്റ് കുറയും. റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് production of goods. Reduced cost of production of goods. This will make exports more competitive. അടുത്ത പോയിന്റ്, seamless and better connectivity. എങ്ങോട്ടേക്ക്? ടു ഇന്റർലാൻഡ് ഏരിയാസ്, അകത്തേക്ക്. അധികം കണക്ഷൻ ഇല്ലാത്ത സ്ഥലങ്ങളെയാണ് ഹിൻഡർലാൻഡ് എന്ന് വിളിക്കുന്നത്. ഹിൻഡർലാൻഡ് ഏരിയാസ്. എക്സാമ്പിൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് കണക്ടിവിറ്റി ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് വഴി ഇംപ്രൂവ് ചെയ്യാം. അടുത്ത എന്തായിരിക്കും? ഡീകൺജഷൻ ഓഫ് ചോക്ഡ് ഹൈവേസ്, നാഷണൽ ഹൈവേസ്. ട്രാഫിക് കുറയ്ക്കാം, ഓൾറെഡി ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഡീകൺജഷൻ ഓഫ് ചോക്ഡ് ഹൈവേസ് ആൻഡ് ഓവർബർഡൻഡ് റെയിൽവേസ്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ റെയിൽവേസിലും റോഡിലൊക്കെ ഉള്ള പ്രഷർ കുറയും. അടുത്തത് ബെറ്റർ ഇക്കണോമിക് ഗ്രോത്ത്. എന്തുകൊണ്ടാണ് ബെറ്റർ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്? 10 റീസൺസ് പറയാമോ? ഒന്ന്, പുതിയ ജോലി സാധ്യതകൾ വരും. ന്യൂ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? പിന്നെന്തായിരിക്കും? ലോജിസ്റ്റിക് കോസ്റ്റ് കുറയില്ലേ? മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ലോജിസ്റ്റിക് കോസ്റ്റ് കുറയും. റെഡ്യൂസ്ഡ് ലോജിസ്റ്റിക് കോസ്റ്റ്. പിന്നെ ടൂറിസം ഇംപ്രൂവ് ചെയ്യും. ഇൻലാൻഡ് ടൂറിസം, വാട്ടർവേ ടൂറിസം ഇംപ്രൂവ്, ഇങ്ങനെയൊക്കെ. പിന്നെ അത് മാത്രമല്ല എക്സ്പോർട്ട് ഇംപ്രൂവ് ചെയ്യും. ഒരുപാട് രീതി പറയാം. അപ്പം ബെറ്റർ ഇക്കണോമിക് ഗ്രോത്ത് ബിക്കോസ് ഓഫ് ന്യൂ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, റെഡ്യൂസ് ലോജിസ്റ്റിക് കോസ്റ്റ്, ടൂറിസം, എക്സ്പോർട്ട്, ഇതെല്ലാം പറയാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾ പറയേണ്ടത്. ഇതിന്റെ ചലഞ്ചസ് ആയിട്ട് ഓർക്കണം കുറച്ച് കാര്യങ്ങൾ. ചലഞ്ചസ്, ഇഷ്യൂസ് ഉണ്ട്. ഇറ്റ് ഹാസ് ലിമിറ്റഡ് ഓപ്പറേഷൻ ഡിപ്പെൻഡിങ് ഓൺ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രമൈസസ് ആൻഡ് ഡെപ്ത് ഓഫ് വാട്ടർവേ. ഈ വാട്ടർവേസിനൊക്കെ നല്ല ഡെപ്ത് വേണം, എന്നാലേ പ്രോപ്പർലി നാവിഗേഷൻ പോസിബിൾ ആവും. ലിമിറ്റഡ് ഓപ്പറേഷൻ because it is dependent on infrastructural premises. അതായത് ആ സൗകര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചറൽ
premises and depth of waterways മനസ്സിലായല്ലോ? Limited operation due to infrastructure premises and depth of waterways. രണ്ടാമതൊരു പോയിന്റ് lack of end point services ആണ്. Lack of end point services. That is difficulty in offering, എന്താ ഞാൻ പറയാം, difficulty in offering door-to-door transport of cargo. Door-to-door transport of cargo. അത് മെയിൻലി ആക്ച്വലി ഇത് ഇടയിൽ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കാർഗോ എത്തിക്കണം എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. റെയിൽവേസോ റോഡുമായിട്ടോ മൾട്ടി മോഡൽ രീതിയിൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് വാട്ടർ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായി. റോഡ് കണക്ടിവിറ്റി പക്ഷേ ഒറ്റയ്ക്ക് എല്ലായിടത്തും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡോർ ടു ഡോർ ഡെലിവറി പോസിബിൾ ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് വേറൊരു ഇഷ്യൂ ആയിട്ട് ഓർക്കേണ്ടത്. നെക്സ്റ്റ് ഒരു സിൽട്ടേഷൻ ആണ്. സിൽട്ടേഷൻ ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ മൂവ്മെന്റ് എളുപ്പമായിരിക്കില്ല. എക്സാമ്പിൾ ഹൈ എമൗണ്ട് ഓഫ് സിൽട്ടേഷൻ പറയുമ്പോൾ മണ്ണ് കൊണ്ടുവരും. High amount of siltation in Himalayan rivers. Amount of siltation Himalayan rivers. പിന്നെ ലോ ട്രാൻസ്പോർട്ട് സ്പീഡ് കുറവായിരിക്കും കമ്പയർഡ് ടു റോഡ് ആൻഡ് റെയിൽവേ. പെട്ടെന്ന് ടൈം ഒരു ഫാക്ടർ നടത്തുന്നത് സ്യൂട്ടബിൾ അല്ല. ഇൻലാൻഡ് വാട്ടർവേസ് IWT is not suitable where time is an important factor. Next, problems with the west flowing river. West flowing river meets sea with estuaries ഉണ്ടാവും. Meets seas with estuary ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. പിന്നെ റിവർ ലെങ്ത് ഷോർട്ട് ആയിരിക്കും. വാട്ടർഫോൾസ് ഉണ്ടാവും, ഫ്രീക്വന്റ് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ വെസ്റ്റ് ഫ്ലോയിങ് റിവറിൽ നടക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും. അപ്പൊ അവിടെയൊക്കെ എന്താവും, നാവിഗേഷൻ അത്ര എളുപ്പമായിരിക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഷോർട്ടേജ് ഓഫ് MRO ഫെസിലിറ്റീസ്, മെയിൻ്റെനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ. ഷോർട്ടേജ് ആയിരിക്കും. അതായത് റിപ്പയർ മെയിൻ്റെനൻസ് ഒക്കെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇന്ത്യയിൽ കുറവായിരിക്കും. അഗെയിൻ പിന്നെയും പറയാം, ഷോർട്ടേജ് ഓഫ് വെസൽസ് കുറവായിരിക്കും, ഷിപ്പുകൾ കുറവായിരിക്കും, ഇന്റർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വെസൽസ് കുറവായിരിക്കും. ഇത്ര ഓർത്ത് വയ്ക്കും. മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെന്റ്. ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റീസ് ആക്ട്, Inland Waterways Authority of India Act 1985. Inland Waterways Authority of India Act 1985. Regulation and development of, mainly for regulation and development of inland waterways. Regulation and development of inland waterways. അടുത്ത ഇനിഷ്യേറ്റീവ് ഇന്ത്യൻ വെസൽസ് ആക്ട് 1970. Indian Vessels Act 1970. Amended in 2007, amended ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി ഡീലിംഗ് വിത്ത് സർവേ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഇൻലാൻഡ് വെസൽസ്. സർവേയിങ് ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഇൻലാൻഡ് വെസൽസ്. നെക്സ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്
Inland water transport policy. Inland water transport policy. 2001. Promotes public-private partnership. Promote public-private partnership for infrastructure creation and fleet operations. Infrastructure creation and fleet operation. Next, National Waterways Act. National Waterways Act 2016. Enables central government to regulate waterways. Central government to regulate waterways. This act declared 111 rivers or river stretches. Rivers allengil river stretches allengil estuaries as national waterways. Okay. As national waterways. Measures taken. Answer use measures. Okay. Initiatives next, project Jal Marg Vikas project. Jal Marg Vikas project. Mainly in the development of National Waterway 1. Development of National Waterway 1. National Waterway 1 development video. Other initiative Sagar Mala initiative. Sagar Mala initiative. River interlinking program. River interlinking program. River interlinking. What initiative it is? Government initiative. Okay, river interlinking. 3 programs are the way forward. Better address the way forward. Way forward. Challenges on the okay. Here you go. Financial support for ferry operations. Passenger terminal development, etc. Financial support and basic infrastructure development. Basic infrastructure development. Okay. Better public-private partnership, PPP. Public-private partnership in cargo and passenger handling. And better MRO facilities, maintenance, repair, MRO facilities. Okay. International example, China example, case study of China. China has more than 5,600 navigable rivers.
അതിൽ ഒരുപാടുപെട്ട എല്ലായിടത്തും ചൈന ഡെവലപ്പ് ചെയ്ത് കഴിയുകയും ചെയ്തു. 2000 ഇൻലാൻഡ് പോർട്ട്. വേൾഡ് ബാങ്കിന്റെ ഹെൽപ്പ് ചൈനക്ക് കിട്ടി. വേൾഡ് ബാങ്ക് എയ്ഡ്. China got the World Bank aid to boost the inland water transportation. അതിലൂടെ ചൈന എന്ത് ചെയ്യുന്നു? ചൈന also using inland waterways for power generation. And trade. Okay, ചൈന എക്സാമ്പിൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ആൻസറിൽ കോട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? ഒരു 10 മാർക്ക് ചോദിച്ച് എഴുതാമല്ലോ. ഇത്രയും കണ്ടന്റ് പോരെ? അടുത്തൊരു ടോപ്പിക് വാട്ടർ സ്ട്രെസ് ആൻഡ് വാട്ടർ സ്ട്രെസ് എന്ന് കഴിക്കാം. വാട്ടർ സ്ട്രെസ്. വാട്ടർ സ്ട്രെസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വേർ ഡിമാൻഡ് ഓഫ് വാട്ടർ എക്സീഡ്. അതായത് സപ്ലൈക്കാട്ടിലും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു അവസ്ഥ. ഒരുപാട് വെള്ളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അനുസരിച്ച് സപ്ലൈ വരുന്നില്ലെങ്കിൽ വാട്ടർ സ്ട്രെസ്. കണ്ടീഷൻ വേർ ഡിമാൻഡ് ഫോർ വാട്ടർ എക്സീഡ്സ് അവൈലബിൾ amount. Exceeds available amount. ഓക്കെ, ഇതിനെയാണ് വാട്ടർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. എഴുതിക്കോ. ഇന്ത്യ accounts for 18% of world population, 18% of world population and 4% of world water resources. 18% of population and 4% of world's water resources. Agriculture accounts for 80% of water consumption. Agriculture accounts for 80% of water consumption. 80% water consume ചെയ്യുന്നത് agriculture sector ആണ്. According to World Resource Institute, അടുത്ത ഡേറ്റ, according to World Resource Institute WRI, India is ranked 13th. India is ranked 13th among 17 most water stressed nations. Water stressed nations. India is the world's largest user of groundwater. World's largest user of groundwater. Almost അടുത്ത data, almost 70% of surface irrigation. 70% of surface irrigation water is wasted nationally. 70% of surface irrigation water is wasted naturally. അടുത്ത data, recent report by Ministry of Earth Sciences. Ministry of Earth Sciences shows significant drop in rainfall in drop of rainfall in UP, Bihar, West Bengal, etc. ഇവിടെയൊക്കെ significant drop of rainfall ഉണ്ടായിട്ടുണ്ടെന്ന് recently reports പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനിയും regional distribution of water stress. Regional distribution of water stress. ആദ്യം പറയേണ്ടത് ഹിമാലയാസ് ആണ്. ഹിമാലയാസിൽ വാട്ടർ സ്ട്രെസ് ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം എന്താ? ഗ്ലേഷ്യർ മെൽറ്റിംഗ് തന്നെ.
global warming related melting, global warming related melting of glaciers. അതോടെ തന്നെ urbanization and resultant pollution, urbanization and resultant pollution. അത് കാരണം അവിടെ വാട്ടർ ക്രൈസിസ് ഉണ്ടെന്നുണ്ട്. എക്സാമ്പിൾ 2018 ഷിംല, ഹിമാചൽ പ്രദേശിലുള്ള സ്ഥലമാണ് ഷിംല, വാട്ടർ ക്രൈസിസ്. ഷിംല വാട്ടർ ക്രൈസിസ് 2018 ഷിംല വാട്ടർ ക്രൈസിസ്. ഓക്കെ, ഇനി അടുത്ത ഏരിയ താഴേക്ക് വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആയിരിക്കും, ഗംഗാ പ്ലെയിൻസ് ആയിരിക്കും, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. അവിടെ എന്താ മെയിൻലി പോപ്പുലേഷൻ പ്രഷർ, improper agriculture practices, river polluting industries, untreated sewage, ഇതൊക്കെ കാരണമാണ് അവിടെ ഗ്രൗണ്ട് വാട്ടർ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. 82% of Punjab's land area have seen huge decline in groundwater. Example, 82% of Punjab's land area have seen huge decline in groundwater levels. അടുത്ത ഏരിയ മെയിൻലി സൗത്ത് ഇന്ത്യ ആണ്. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ? ഇറാറ്റിക് റെയിൻഫോൾ, മൺസൂൺ റെഗുലർ അല്ല. സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇറാറ്റിക് റെയിൻഫോൾ, റിവർ പൊല്യൂഷൻ, improper agriculture, rampant urbanization. Example 2019 Chennai water crisis. Okay, ഇനി നോർത്ത് ഈസ്റ്റിലേക്ക് പോവാം. നോർത്ത് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഹെവി റെയിൻഫോൾ ഉണ്ട്, എന്നിട്ട് അവിടെ വാട്ടർ ക്രൈസിസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ റീസൺ എന്തായിരിക്കും? അപ്പം ഒന്നാമത്തെ കാര്യം പൊല്യൂഷൻ ആയിരിക്കും, വാട്ടർ പൊല്യൂഷൻ അവിടെ മെയിൻ റീസൺ. Despite having heavy rainfall, Northeast also faces water crisis mainly because of mining activities, pollution, poor water conservation strategies, Okay, in Western India പറയുമ്പോൾ എന്തായിരിക്കും മെയിൻലി വാട്ടർ ക്രൈസിസ് വരാൻ? അവർ ഓൾറെഡി അരിഡ് ഏരിയ ആണ്, താർ ഡെസേർട്ട് ഒക്കെ ഉള്ള ഏരിയ. രാജസ്ഥാൻ, ഗുജറാത്ത് റിസീവ് സ്കാൻറ്റി റെയിൻഫോൾ. രാജസ്ഥാൻ, ഗുജറാത്ത് റിസീവ് സ്കാൻറ്റി റെയിൻഫോൾ, വളരെ കുറച്ച് റെയിൻഫോളേ കിട്ടുള്ളൂ. മഹാരാഷ്ട്രയിലാണെങ്കിലോ ഇൻകറക്റ്റ് ക്രോപ്പിംഗ് പാറ്റേൺ, ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട് വാട്ടർ ഒരുപാട് യൂസ് ചെയ്യും. ഇൻകറക്റ്റ് ക്രോപ്പിംഗ് പാറ്റേൺ, മഹാരാഷ്ട്ര ഇൻകറക്റ്റ് ക്രോപ്പിംഗ് പാറ്റേൺ. കോസ്റ്റൽ ഏരിയാസിലേക്ക് വരുമ്പോൾ കോസ്റ്റൽ ഏരിയാസ്, റൈസിംഗ് സീ ലെവൽ, അത് കാരണം എന്തുണ്ടാവും? സലൈൻ വാട്ടർ ഫ്രഷ് വാട്ടറിലേക്ക് കയറും, ലീഡ് ടു ഇൻഗ്രസ്, എന്നിട്ട് അകത്തേക്ക് കയറുന്നു ഇൻഗ്രസിന്റെ വാക്കിനർത്ഥം. ഇൻഗ്രസ് ഓഫ് സലൈൻ വാട്ടർ ഇൻ അക്വിഫർ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ് ആയിട്ടും പറയേണ്ടത്. ഇതൊക്കെ തന്നെയാണ് റീസണിങ്. സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതിയെടുത്തോ.
സെപ്പറേറ്റ് റീസൺസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ പോയിന്റ് എഴുതിയെടുത്തോ. റാപ്പിഡ് അർബനൈസേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് പറഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ഇവാപ്പറേഷൻ ഉണ്ടാവും, അങ്ങനെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയും. നെക്സ്റ്റ് ഓവർ പോപ്പുലേഷൻ, അഗ്രികൾച്ചറിനും മറ്റ് യൂസിനൊക്കെ ഗ്രൗണ്ട് വാട്ടർ എടുത്ത് യൂസ് ചെയ്യും. നെക്സ്റ്റ് പൊല്യൂഷൻ, തന്നെ എക്സ്പാൻഡ് ചെയ്തോടെ, ഇതൊക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്തോടെ. പൊല്യൂഷൻ, ഓവർ ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺ, റോങ് ക്രോപ്പ് സെലക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ എന്താ? മഹാരാഷ്ട്രയിൽ ഷുഗർ കെയിൻ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയാൻ പറ്റുന്നത് ലാക്ക് ഓഫ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. വാട്ടർ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കുറവാണ്. barely 2% of urban areas in India have both the sewage system and sewage treatment plants. ഓക്കെ, ഇനിയും ഇതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും? വാട്ടർ സ്ട്രെസ്സിന്റെ ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് പോയിന്റ് തരാം. ഒന്ന്, ഇക്കണോമിക് ഗ്രോത്ത് നെഗറ്റീവ്ലി അഫക്ട് ഇക്കണോമിക് ഗ്രോത്ത്. അക്കോർഡിംഗ് നീതി ആയോഗ്, ഇക്കണോമിക് ഗ്രോത്ത്, നീതി ആയോഗിന്റെ റിപ്പോർട്ട്, അക്കോർഡിംഗ് നീതി ആയോഗ്, എന്താ പറയുന്നത്? ഇന്ത്യ could lose up to 6% of GDP due to water stress by 2030. 6% GDP 6% വരെ നഷ്ടപ്പെടാം എന്നാണ്. പിന്നെ അടുത്തൊരു ഇഷ്യൂ, പവർ സപ്ലൈ. Power supply, 40% of thermal power plants are located. Thermal power plants എവിടെയാ? വാട്ടർ സ്കാർസ് ആയിട്ടുള്ള ഏരിയയിലാണ്. ഈ തെർമൽ പവർ പ്ലാന്റ്സിന് വാട്ടർ സപ്ലൈയുടെ ആവശ്യമുണ്ട്. വാട്ടർ സ്കാർസ് ഏരിയ 40% തെർമൽ പവർ പ്ലാന്റ്സ് എവിടെയാണ്? വാട്ടർ സ്കാർസ് ഏരിയസിലാണ്. വാട്ടർ സ്കാർസ് ഏരിയ. 70% of thermal power plants high water stress face ചെയ്യാൻ ചാൻസ് ഉണ്ട് by 2030. 70% of thermal power plants will face high water stress by 2030. High water stress by 2030. അടുത്തൊരു ഇഷ്യൂ വരുന്നത് water stress in agriculture. Water stress in agriculture can lead to poor cultivation and farmer suicides. Next, drinking water scarcity, especially in urban areas. Drinking water scarcity, especially in urban areas. അടുത്ത പോയിന്റ്, വാട്ടർ റിലേറ്റഡ് കോൺഫ്ലിക്ട്സ്. ഇത് ഓൾറെഡി നടക്കുന്നുണ്ടോ ഇവിടെ?
പല സ്റ്റേറ്റ്സ് തമ്മിൽ ഇന്റർസ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എക്സാമ്പിൾ conflicts between Karnataka, Tamil Nadu, or sharing of Kaveri water. Karnataka and Tamil Nadu, sharing of Kaveri water. Kaveri water. Gujarat and Madhya Pradesh. Gujarat and Madhya Pradesh over Narmada River. Okay. Water stress can lead to food shortages. At the point, food shortages. According to United Nations report, UN report പറയുന്നത് current water scarcity can lead up to 60% reduction of food production. 60% of reduction in food production. Okay, impact ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഹെഡ് കൊടുക്കുക, വാട്ടർ കൺസർവേഷൻ. വാട്ടർ കൺസർവേഷൻ. വാട്ടർ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാട്ടറിനെ it means conserving water from being wasted, conserving water from being എന്തൊക്കെയാണ്? Wasted, polluted, or getting depleted. വേസ്റ്റിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും ഡിപ്ലീഷനിൽ നിന്നും വാട്ടറിനെ രക്ഷിക്കുന്ന പ്രോസസ്സാണ് എന്ത്? വാട്ടർ കൺസർവേഷൻ എന്ന് പറയുമ്പോൾ. India received 4,000 billion cubic meters. India received 4,000 billion cubic meters of rainfall each year. 4,000 billion cubic meters of rainfall each year. Out of this, 1,869 BCM remains after evaporation. Okay. അടുത്തത് 256 out of 700 districts in India have critical അല്ലെങ്കിൽ over exploited ground water levels. ഇത് പറയുന്നത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ആണ്. സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ഇൻ 2017 എന്താ പറയുന്നത്? 256 out of 700 districts have critical അല്ലെങ്കിൽ over exploited ground water levels. Central ground water board 2017. അടുത്തൊരു ഡാറ്റ according to UNICEF, United Nations Children Fund, UNICEF, more than 450 million children worldwide resided താമസിച്ചു എന്നർത്ഥം. resided in areas of high or extremely high water vulnerability, high or extremely high water vulnerability. ഇത് ഈ ഡേറ്റ പറയുന്നത് പലയിടത്തും നിങ്ങൾ പല രീതി യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഇത്രയും ഡേറ്റ പറയുന്നത് കേട്ടോ.
ഓക്കെ, അടുത്ത ഹെഡിങ് അടുത്ത നീഡ് ടു കൺസർവ് വാട്ടർ. നീഡ് ടു പ്രിസർവ് വാട്ടർ. വാട്ടർ കൺസർവിന്റെ നീഡാണ്. ഒന്നാമത്തെ നീഡ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈനിങ് വാട്ടർ അവൈലബിലിറ്റി. അതാണ് ഏറ്റവും മെയിൻ കാരണം, ഡിക്ലൈനിങ് വാട്ടർ അവൈലബിലിറ്റി. വാട്ടറിന്റെ അവൈലബിലിറ്റി കുറവാണ്, അതാണ് ഏറ്റവും മെയിൻ നീഡ്. പിന്നെ ഇൻക്രീസിങ് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടാവുന്നുണ്ട്. ഗ്രോയിങ് അർബനൈസേഷൻ. Urbanization ഉണ്ടാവും, the demand for water will increase. For example, in 2019, ചെന്നൈയിൽ ഒരു വാട്ടർ ക്രൈസ് ഉണ്ടായി. ചെന്നൈ റിസർവോയർസ് ran dry. ചെന്നൈസ് റിസർവോയർ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? 10 million liters of water ഒരു ദിവസം ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു വേറെ സ്ഥലങ്ങളിൽ നിന്ന്, ട്രക്ക് വഴി കൊണ്ടുവരേണ്ടി വന്നു. During 2019 water crisis, Chennai's reservoirs ran dry, forcing the government to truck in 10 million liters of water each day. 10 million liters water each day. Then നാലാമത്തെ റീസൺ അഗ്രികൾച്ചർ ഡിമാൻഡ് ഉണ്ട്. 74% of India's area എന്താ വീറ്റ് കൾട്ടിവേഷൻ ആണ്. 63% എന്താ റൈസ് കൾട്ടിവേഷൻ ആണ്. ഇത് രണ്ടും വാട്ടർ ഇന്റൻസീവ് ക്രോപ്സ് ആണ്. 74% വീറ്റ് കൾട്ടിവേഷനും 63% റൈസ് കൾട്ടിവേഷൻ. ഇത് രണ്ടും എന്താണ്? വാട്ടർ ഇന്റൻസീവ് ക്രോപ്സ് ആണ്. അതുകൊണ്ട് വാട്ടർ കൺസർവ് ചെയ്താലേ വാട്ടർ കാണുള്ളൂ. പിന്നെ വാട്ടർ ബോൺ ഡിസീസസ്, ഗ്രോയിങ് വാട്ടർ ബോൺ ഡിസീസസ്. ലൈക്ക് ഏതൊക്കെയാ വാട്ടർ ബോൺ ഡിസീസ്? കോളറ, ടൈഫോയിഡ്, എക്സെട്ര. എന്താ ഇത് കാരണം? ഒരു 2017 to 2022 വാട്ടർ ബോൺ ഡിസീസ് കാരണം ഇന്ത്യയിൽ 10,738 ഡെത്ത്സ് ആണ് ഉണ്ടായത്. വാട്ടർ ബോൺ ഡിസീസ് കാരണം ഇന്ത്യയിൽ 10,738 ഡെത്ത്സ് ഇന്ത്യയിൽ ഉണ്ടായി. ഓക്കെ, അടുത്ത ഒരു റീസൺ എന്താ? നീഡ് ഫോർ കൺസർവേഷൻ. ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം എന്താ? വാട്ടർ സപ്ലൈ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്റ്റർബിംഗ് ദി വാട്ടർ സപ്ലൈ. പിന്നെ അടുത്ത നീഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റിങ് പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്. സ്റ്റേറ്റ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാം. വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യാം. പ്രിവെന്റിങ് കോൺഫ്ലിക്ട്സ്. അടുത്തൊരു പോയിന്റ് സോഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതായത് റെഡ്യൂസിങ് ബർഡൻ ഓൺ വുമൺ. ഇതെന്താ സംഭവം? ഈ റൂറൽ ഇന്ത്യയിലൊക്കെ വെള്ളം ഫെച്ച് ചെയ്യുന്നത്, വെള്ളം കൊണ്ടുവരേണ്ടത് വുമന്റെ ജോലിയാണ്. അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നവര്. ഓക്കെ, അപ്പം ഫെച്ചിങ് വാട്ടർ ഇൻ ഇന്ത്യ has been perceived as a woman's job. വുമൻസിന്റെ ജോബായിട്ടാണ് അവർ അങ്ങനെ വിചാരിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അവര് ദിവസമോളം മൈൽസോളം യാത്ര ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെള്ളം കൊണ്ടുവരുന്നത്. അപ്പം വാട്ടർ സപ്ലൈ കൂട്ടിക്കഴിഞ്ഞാൽ, ടാപ്പ് വഴിയൊക്കെ വാട്ടർ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്ര ബെറ്റർ ആയിരിക്കില്ലേ? അതാണ്. ഇൻക്രീസിങ് ഇനീക്വാളിറ്റി. അടുത്ത നീഡ് ഇൻക്രീസിങ് ഇനീക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ ഡൽഹിയിലുള്ള സ്ലംസ് ഇൻ ഡൽഹി ഗവൺമെന്റ് ഓരോ 10 ദിവസം കൂടുമ്പോഴേ ടാങ്കർ ഇടത്തുള്ളൂ. അതായത് 600 ലിറ്റർ വെള്ളമാണ് അവർക്ക് ഓരോ ഹൗസ് ഹോൾഡിനും കിട്ടുന്നത്. ഇത്ര മനസ്സിലാക്കിയാൽ മതി. 15 ലിറ്റർ പെർ ഡേ പെർ പേഴ്സൺ ആണ് ഡൽഹിയിലെ സ്ലമ്മുകളിൽ കിട്ടുന്നത്.
15 എഴുതിക്കോട്ടെ. in Delhi slums, government sends almost 15 liters per person per day amount of water. While for high income household കൂടുതലും അവരൊരു 250 തൊട്ട് 600 ലിറ്റർ വെള്ളം ഒരു പെർ പേഴ്സൺ പെർ ഡെയിലി കൺസ്യൂം ചെയ്യുന്നുണ്ട്. വാട്ടർ ഇനീക്വാളിറ്റിയാണ് കാണിക്കുന്നത്. 250 തൊട്ട് 600, 250 to 600 ലിറ്റർ പെർ ഡേ. എവിടെ? ഹൈ ഇൻകം ഹൗസ് ഹോൾഡ് ആണെങ്കിൽ, ഹൈ ഇൻകം ഹൗസ് ഹോൾഡ് ഓഫ് ഡൽഹി. അപ്പം ഡൽഹി തന്നെ സ്ലംസ് എടുക്കുകയാണെങ്കിൽ എത്ര ആയിരിക്കും? ഒരു 15 ലിറ്റർ പെർ പേഴ്സൺ പെർ ഡേ. ഇങ്ങനെയാണ് ഡേറ്റാസ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു ഇനീക്വാളിറ്റി ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഗവൺമെന്റ് മെഷേഴ്സ് ആയിരിക്കും. ഗവൺമെന്റ് മെഷേഴ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ. ഇന്ന് ജൽശക്തി അഭിയാൻ നമ്മൾ ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലേ? ജൽശക്തി അഭിയാൻ, പെർ ക്രോപ്പ് മോർ ഡ്രോപ്പ്, സോറി അത് വേറെ. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ഇതിന്റെ മോട്ടോ എന്തായിരുന്നു? ജൽശക്തി അഭിയാന്റെ ഹർ ഘർ ജൽ അല്ലെ? ഹർ ഘർ, എല്ലാ വീട്ടിലും. കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുണ്ട് ഹർ ഘർ ജൽ. ഓക്കെ, ജൽശക്തി അഭിയാൻ. ജൽ ജീവൻ മിഷനും പറയാം കേട്ടോ. ജൽ ജീവൻ മിഷൻ, ജൽ ജീവൻ മിഷൻ. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ യോജന, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ യോജന, PMKSY, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി, SINCHAY ആണ് സിഞ്ചായി യോജന. എന്ന് പറഞ്ഞാല് മെയിൻലി പ്രൊമോട്ടിങ് മൈക്രോ ഇറിഗേഷൻ മൈക്രോ ആക്കുക. പ്ലാന്റിന് വേണ്ട വെള്ളം മാത്രം കൊടുക്കുക, കുറച്ച് വെള്ളം മൈന്യൂട്ടായിട്ട് സപ്ലൈ ചെയ്യുക. ഒരുപാട് വെള്ളം എടുത്ത് ഇറിഗേറ്റ് ചെയ്യാതെ, വാട്ടർ വേസ്റ്റ് ചെയ്യാതെ കുറച്ച് വെള്ളം മാത്രം സപ്ലൈ ചെയ്യുന്നതിനാണ് മൈക്രോ ഇറിഗേഷൻ വിളിക്കുന്നത്. അത് പ്രൊമോട്ട് ചെയ്യുന്ന സ്കീമാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ഓക്കെ, ജൽ ക്രാന്തി അഭിയാൻ, ജൽ ക്രാന്തി അഭിയാൻ. Turning one water scarce village in each district of the country. ഇന്ത്യയിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു വില്ലേജ് എങ്കിലും എന്താക്കുക? വാട്ടർ സ്കാർസ് നിന്ന് വാട്ടർ സർപ്ലസ് ആക്കുക. Turning at least one water scarce village in each district to what? Water surplus. മനസ്സിലായോ? Next, National Water Mission. മിനിമൈസിങ് വേസ്റ്റേജസ് ആണ് മെയിൻലി ഉദ്ദേശം. മിനിമൈസിങ് വേസ്റ്റേജസ്. ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ നോക്കി ഒന്ന് വായിക്കാം, കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ട്. മീൻസ് നമുക്ക് ജസ്റ്റ് പോയിന്റ് എഴുതി പോകേണ്ട ആവശ്യമുള്ളൂ. അടൽ ഭുജൽ യോജന. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആവുന്നത് ഞാൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജൽ ജീവൻ മിഷൻ എപ്പോഴും ന്യൂസിൽ വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ് സംസാരിച്ചതിനെ പറ്റി. അടൽ ഭുജൽ യോജന, അടൽ ഭുജൽ യോജന. Focus on community participation for water management. Community participation for water management. National Rural Drinking Water Program. Drinking Water Program. National River Linking Project. National River Linking Project. Amrit Sarovar Project. Amrit Sarovar Project. Mainly rejuvenate 75 water bodies. Rejuvenate 75 water bodies in 75 water bodies in each district.
രാജ്യത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും 75 വാട്ടർ പോളിസിയെങ്കിലും റീജുനേറ്റ് ചെയ്യുക. അതാണ് അമൃത് സരോവർ പ്രൊജക്ടിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, ഇനിയുണ്ട്, തീർന്നില്ല. നാഷണൽ വാട്ടർ പോളിസി 2012, നാഷണൽ വാട്ടർ പോളിസി. കണ്ടന്റ് ഇല്ല അല്ലേ? കണ്ടന്റ് ഇല്ല. നാഷണൽ വാട്ടർ പോളിസി 2012. അടുത്തത് മിഷൻ കാക്കാത്യ, തെലങ്കാന. മിഷൻ കാക്കാത്യ, തെലങ്കാന. പാനി പഞ്ചായത്ത്, ഒറീസ. സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കീമാണ്, എല്ലാം വാട്ടർ കൺസർവേഷൻ തന്നെയാണ്. പാനി പഞ്ചായത്ത് ഒറീസയിലുള്ളതാണ്. ഒറീസ. പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ട്, പാനി ബച്ചാവോ പൈസ കമാവോ. വേൾഡ് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ്സിനൊക്കെ വേൾഡ് ബാങ്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു ട്യൂബ്വെൽ ഇറിഗേഷൻ കുറയ്ക്കാൻ വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. ട്യൂബ്വെൽ ഇറിഗേഷൻ. ഒരു ഇന്റർനാഷണൽ എക്സാമ്പിൾ എഴുതിക്കോ, ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസ്. അതിൽ യു കെയിൽ നടക്കുന്ന ഒരു നല്ലൊരു പ്രാക്ടീസ് ഉണ്ട്. ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട് അവർ. ഇന്റർനാഷണൽ ബെസ്റ്റ് പ്രാക്ടീസ് യു കെ, കേസ് സ്റ്റഡി ഓഫ് യു കെ. യു കെയിൽ വാട്ടർ മീറ്ററിംഗ് ടെക്നോളജി ഉണ്ട്. വാട്ടർ മീറ്ററിംഗ്, കറണ്ട് മീറ്റർ ചെയ്തില്ലേ, അതുപോലെ വാട്ടർ മീറ്ററിംഗ് ടെക്നോളജി. അത് ഓൺലൈൻ ഡാറ്റാബേസ് വാട്ടർ മീറ്ററിംഗ് ടെക്നോളജി എൻഹാൻസസ് ദി വേ, എൻഹാൻസസ് ദി വേ residents can adjust their water usage using online databases. Smart meters give citizens on what their water is being used for and how much it is utilized അതുകൊണ്ട് ഇസ്രായേലിൽ പറയുകയാണെങ്കിൽ country recycles 85% of waste water. Country recycles 85% of waste water. And most of its agricultural needs, agricultural വരുന്ന waste water 85% recycle ചെയ്തിട്ട് ഇത് എന്തിനു യൂസ് ചെയ്യും? അഗ്രികൾച്ചറിന് വേണ്ടി യൂസ് ചെയ്യും. Most of its agricultural needs are met using recycled water. Recycled water ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെറിയ ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ ഈ ഫിഗർ ഇപ്പൊ ഒന്ന് വരയ്ക്കണം. സോറി, ഇത് ട്രഡീഷണൽ സബ്ഹെഡിങ് കൊടുക്കുക. അടുത്തൊരു ഹെഡിങ് കൊടുക്കുക, ട്രഡീഷണൽ വാട്ടർ കൺസർവേഷൻ ഇൻ ഇന്ത്യ. ഈ ഫിഗർ ഒന്ന് വരയ്ക്കുക. ഇതിനകത്ത് കാണിക്കുന്ന ആക്ച്വലി ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് എങ്ങനെയാണ് വെള്ളം കൺസർവ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ മെത്തേഡ്സ് ഇതൊക്കെ. ട്രഡീഷണൽ ആയിട്ട് പണ്ട് തൊട്ടേ ഉള്ള മെത്തേഡ്സ് ഇതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെയാണ് കൂടുതലും വരുന്നത്. ഓക്കെ, പക്ഷെ ഈ മെത്തേഡ്സ് ഒക്കെ കുറച്ചും കൂടെ റീജുവനേറ്റ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ഇന്ത്യയുടെ മാപ്പ് ഏകദേശം വരച്ചിട്ട് എല്ലാ സ്റ്റേറ്റും ഒന്നും ഡിമാർക്കേറ്റ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് മാപ്പ് വരയ്ക്കുക, ഏകദേശം ഏരിയ മനസ്സിലാക്കുക, പേരെഴുതുക, ഏത് സ്റ്റേറ്റ് ആണെന്ന് മാർക്ക് ചെയ്യുക, ഇതൊന്നും മാർക്ക് ചെയ്യുക പെട്ടെന്ന് 5 മിനിറ്റ് അന്നേരം. എന്നിട്ട് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു 6 എണ്ണം
6 ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു 6 ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചു ചെറിയൊരു നോട്ട് ഉണ്ടാക്കുക. 4-5 പോയിന്റ്സ് അത് എന്തോന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കുക. 2 പേജ് ഇടുക. ഇത് വരച്ചിട്ട് 2 പേജ് ഇടുക. ഇതിനകത്ത് ഏതെങ്കിലും 6 പഠിച്ചു വെക്കുക. ട്രഡീഷണൽ വാട്ടർ കൺസർവേഷൻ ചോദിക്കാം UPSC. എനിക്കൊന്ന് ഒരു തവണ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ട്രഡീഷണൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ കൺസർവേഷൻ മെഷേഴ്സ് ചോദിക്കാം. പക്ഷെ ഇതിനകത്തുള്ള എല്ലാം പഠിച്ചിട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ 2 പേജ് എഴുതേണ്ട 10 മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം എഴുതേണ്ട ആവശ്യവും വരില്ല. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും 6 പഠിക്കാം. ഞാൻ സജസ്റ്റ് ചെയ്യാം പഠിക്കാൻ 6. തൽക്കാലം ഇതൊന്ന് വരച്ചെടുക്കണം. പ്രിലിംസിന് ചോദിക്കാം വിത്ത് റെസ്പെക്ട് ടു ടേംസ് നൗല അപ്പത്താനി ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിക്കാം. ട്രഡീഷണൽ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. അഞ്ച് മിനിറ്റ് കൊണ്ട് പരിപാടി തീർക്കാം. പെട്ടെന്നൊരു ഏകദേശം ഐഡിയയിൽ മാപ്പ് വരച്ചിട്ട് മാർക്ക് ചെയ്ത് വിട്ടാൽ മതി. ഒരു 10 മാർക്ക് ചെയ്യും. എല്ലാം പറ്റുന്നില്ല. അടുത്തൊരു സെഷനും കൂടെ കണ്ടന്റ് ആയിരിക്കും മിക്കവാറും കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത സെഷൻ. ഇപ്പം ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരും അന്നും വരണം കേട്ടോ. അടുത്ത ബാച്ച് വരരുത്. ഇവിടെ റീപ്ലേസ്മെന്റ് ആണ്. ഇന്നൊരു 10 പേര് വന്ന അടുത്ത ദിവസം വേറെ 10 പേരാ വരും.
ചെയ്ത് കിട്ടും. ബൈ ഒരു ജാനുവരി ഫെബ് ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ GS കംപ്ലീറ്റ്ലി നോട്ട്സ് നിങ്ങളെ കാണും, കവർ ചെയ്ത് കിട്ടും. നിങ്ങൾ ആൻസർ എഴുതിയിട്ടുണ്ടാവും. പ്രിലിംസിന് ശേഷം ക്ലിയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ജോലിയൊന്നും കാണില്ല, ചെറുതായിട്ട് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ഓപ്ഷനിലും SIലും ഒക്കെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. GSനെ മെയിൻസിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വരച്ചെന്ന് വിചാരിക്കുന്നു. വരച്ചോ? അപ്പൊ ഇതിനകത്തില് ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടാണ് പേര് തരാം. ബവാറിയ എന്നിട്ടില്ലേ, BAVARIA. പിന്നെ വനം കേനി, രാജസ്ഥാനിലൊരു ബവാരിയും കൂടെ മാർക്ക് ഉണ്ട്, ബാരീസ് എന്ന് കിടക്കുന്നത് അല്ലേ, ബവോരീസ്, BAORES. അതെ. പിന്നെ ഈ കൊറംബാസിന്റെ ഈ സുരംഗം, അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്, പണം കേനി എന്നൊരു പേരുണ്ട്, PANAMKENI. പിന്നെ സിങ്സ് എന്ന് വായിച്ചേക്ക്, ലഡാക്കിലെ സിങ്സിനെ പറ്റി വായിക്കുക, SINGS പറ്റി ഒന്ന് വായിച്ചോളൂ. സാബോ, നാഗാലാൻഡിലെ സാബോ സിസ്റ്റം. പിന്നെ കേച്ചുകൾ, കുൾ സിസ്റ്റം, ഹിമാചൽ പ്രദേശ് കുൾ സിസ്റ്റം. പിന്നെ അരുണാചൽ പ്രദേശിലെ അപ്പത്താനി സിസ്റ്റം. പിന്നെ ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ ഓഫ് മേഘാലയ. എറി, തമിഴ്നാട് എറി, ERI. ഇതൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഇത്രയെങ്കിലും ഒന്ന് വായിക്കാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അതോടെ വായിച്ചോ. ചെറിയൊരു 4-5 പോയിന്റ് ഒരു നോട്ട് ഉണ്ടാക്കിയാൽ മതി, എന്താണ് മീൻ ചെയ്യുന്നത്, ഒരു 4 to 5 പോയിന്റ്സ്, അത് മതി. കൂടുതൽ ഒന്നും അതിനെപ്പറ്റി പഠിക്കണ്ട. ഓക്കെ, ഇനിയും ഒരു ചെറിയൊരു സബ്ജക്ട് നമ്മൾ നിർത്താം. മോഡേൺ വാട്ടർ അപ്രോച്ചസ് പഠിക്കാം. മോഡേൺ ഇനി ട്രഡീഷണൽ അല്ലേ, മോഡേൺ ആയിട്ടുള്ളതിന്റെ പേര് മാത്രം ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഡ്രിപ്പ് ഇറിഗേഷൻ, വാട്ടർ ഷെഡ് മാനേജ്മെന്റ് നമ്മൾ സെപ്പറേറ്റ് നോക്കും, ഡ്രിപ്പ് ഇറിഗേഷൻ നമ്മൾ സെപ്പറേറ്റ് നോക്കും, അതുകൊണ്ട് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. ഡ്രിപ്പ് ഇറിഗേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഡ്രൗട്ട് ടോളറന്റ് ക്രോപ്സ്. ഇതൊക്കെ എന്താണെന്നറിയാലോ, ഡ്രൗട്ട് തന്നെ എഴുതാമല്ലോ. ഡ്രൗട്ട് ടോളറന്റ് ക്രോപ്പ് വെറൈറ്റി എന്താന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഡ്രൗട്ട് ടോളറന്റ് ക്രോപ്സ്, എക്സാമ്പിൾ ഡെസിക്കന്റ് വെറൈറ്റി ഒക്കെ പറഞ്ഞോട്ടോ. ബ്ലാക്ക് പ്ലാസ്റ്റിക് ആൻഡ് ഓർഗാനിക് മൾച്ചസ്. ഓക്കെ, ബ്ലാക്ക് പ്ലാസ്റ്റിക് ആൻഡ് ഓർഗാനിക് മൾച്ചസ്. ഓക്കെ, ഇതൊക്കെയാണ് മോഡേൺ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നിങ്ങളുടെ ആൻസറിൽ ഇതും എഴുതണം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇനി ബാക്കി ടോപ്പിക്സ് ഉണ്ട്. ഇനി നമുക്ക് നാഷണൽ വാട്ടർ പോളിസി നോക്കണം, പിന്നെ ഏതാ തന്നെ, വാട്ടർ ഷെഡ് മാനേജ്മെന്റ് നോക്കണം, ഡ്രിപ്പ് ഇറിഗേഷനെ പറ്റി നോക്കണം. ഇതിന്റെയൊക്കെ നമുക്ക് അടുത്ത സെഷനിൽ കണ്ടന്റ് ഡെവലപ്മെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.